ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ, അതായത് സിനിമകൾ സീരീസുകൾ, അതായത് ജൂൺ മാസം 3-ാം തീയതി മുതൽ 9-ാം തീയതി വരെ, അതായത് ഇന്ന് വരെ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. മൊത്തം 21ഓളം റിലീസുകളാണ്, 22ഓളം റിലീസുകളാണ് ഈ ഒരാഴ്ച കൊണ്ട് റിലീസ് ചെയ്തിട്ടുള്ളത്, OTT റിലീസ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ 2 സിനിമകളുടെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഗോൾ എന്ന് പറഞ്ഞ മലയാള സിനിമ പോയി കണ്ടു, റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന 2 സിനിമകളുടെ അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു തെലുങ്ക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഗാങ്സ് ഓഫ് ഗോദാവരി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമ എന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം നെറ്റ്ഫ്ലിക്സിൽ ജൂൺ മാസം 14-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് ഇപ്പം പുറത്തു വന്നിട്ടുള്ളത്. തിയേറ്റർ റിലീസ് ചെയ്തിട്ട് 15 ദിവസം അങ്ങനത്തെ ഈ സിനിമ തിയേറ്ററിൽ ഒരു പരാജയം നേരിട്ട സിനിമയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ഈ ഒരു സിനിമ ഗാങ്സ് ഓഫ് ഗോദാവരി എന്ന് പറഞ്ഞ ഈ സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി ജൂൺ മാസം 14-ാം തീയതി നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. അടുത്തത് മലയാളത്തിലുള്ള ഒരു സിനിമയാണ്. സൈജു കുറുപ്പ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ഗു എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ തിയേറ്ററിൽ പരാജയമായിരുന്നു. ഈ സിനിമയുടെ OTT റൈറ്റ്സ് മനോരമ മാക്സ്, അതുപോലെ തന്നെ ആമസോൺ പ്രൈം എന്നിവർ സ്വന്തമാക്കി എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്ന് റിലീസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഈ മാസം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു സിനിമയുടെ റിലീസ്. ഈ 2 സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരാഴ്ച ജൂൺ മാസം 3-ാം തീയതി മുതൽ 9-ാം തീയതി വരെ ഇന്ന് വരെ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. നമുക്ക് മൊത്തം 22ഓളം റിലീസുകളാണുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. അവർ സൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴിയാണ് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തമിഴ് മൂവിയാണ്. ഗൗളി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഇംഗ്ലീഷ് ഡ്രാമ ത്രില്ലർ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു മൂവിയാണ്. ദ എൻഡ് വി സ്റ്റാർട്ട് ഫ്രം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴിയാണ് ഈ സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഡ്രാമ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. കെവിൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു സ്റ്റാർ എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ടെനന്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് ഈ സിനിമ ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ബ്ലാക്ക് ഔട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ബംഗാളി, മറാഠി ഭാഷകളായിട്ട് ജിയോ സിനിമ വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. ഹയാർക്കി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഒരു കൊറിയൻ സീരീസ് ആണ്. കൊറിയൻ ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. യോഗി ബാബു അതുപോലെ തന്നെ ഒവിയോ ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് ആഹാ തമിഴ് വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഇംഗ്ലീഷ് റൊമാൻറ്റിക് ക്രൈം കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. ഹിറ്റ്മാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. 105 മിനിറ്റ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹൻസിക പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ആഹാ തമിഴിലും ആഹാ തെലുങ്കിലും അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലായിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തത് ഒരു കൊറിയൻ സയൻസ് ഫിക്ഷൻ ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. കോൺക്രീറ്റ് ഉട്ടോപ്യ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. 2022-23 റിലീസ് ചെയ്ത സിനിമയാണ്. ഈ ഒരു സിനിമ കൊറിയൻ ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസിൽ ഇപ്പോൾ മുതലേ അവൈലബിൾ ആണ്. അടുത്ത ഡ്രാമ കോമഡി റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ആം ഐ ഓക്കെ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴിയാണ് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു സീരീസ് ആണ്. സ്വീറ്റ് ടൂത്ത് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. 3-ാമത്തെ സീസൺ ആണ്. ഡ്രാമ സയൻസ് ഫിക്ഷൻ ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു സീരീസ് ആണ്. ഒരു ഹിന്ദി സീരീസ് ആണ്. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. ഗുല്ലക് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. 4-ാമത്തെ സീസൺ ആണ്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ബംഗാളി, മറാഠി ഭാഷകളായിട്ട് സോണി ലീവ് വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അത് മലയാളത്തിലുള്ള സിനിമയാണ്. വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ. സോണി ലീവിലാണ് ഈ ഒരു സിനിമ മലയാള ഭാഷ കൂടാതെ മറ്റ് ഭാഷകളായിട്ട് തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്.
അടുത്ത ഒരു ഹിന്ദി ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ബഡേ മിയാൻ ചോട്ടെ മിയാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നമ്മുടെ പൃഥ്വിരാജ് വില്ലമേഷത്തിൽ വന്ന സിനിമയായിരുന്നു. അക്ഷയ് കുമാർ അതുപോലെ തന്നെ ടൈഗർ ഷ്രോഫ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു സീരീസ് ആണ്, ഒരു ആനിമേഷൻ ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. ദ ലെജൻഡ് ഓഫ് ഹനുമാൻ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. 4ാമത്തെ സീസണാണ്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ബംഗാളി, മറാഠി ഭാഷകളായിട്ട് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഒരു സീരീസും കൂടി ഉണ്ട്, ബാഹുബലി ദ ക്രൗൺ ഓഫ് ബ്ലഡ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഈ സീരീസിന്റെ 5ാമത്തെ എപ്പിസോഡ് ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ എല്ലാ ഭാഷകളായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം ഭാഷകളായിട്ടാണ് 5ാമത്തെ എപ്പിസോഡ് വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ഒരു ഫ്രഞ്ച് മൂവിയാണ്. അണ്ടർ പാരീസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു മിസ്റ്ററി ത്രില്ലർ, ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഫ്രഞ്ച് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത മലയാളത്തിലുള്ളൊരു സിനിമയാണ് അക്കുവിന്റെ പടച്ചോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് തമിഴ് എന്നുള്ളൊരു സിനിമയാണ്. വിശാൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ആക്ഷൻ മൂവിയായിരുന്നു രത്നം എന്ന സിനിമ. തമിഴ് ഭാഷയിൽ ഇതിനു മുമ്പേ തന്നെ റിലീസ് ചെയ്തതാണ് ആമസോൺ പ്രൈമിൽ. മലയാളം, കന്നഡ ഭാഷകളായിട്ട് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമയുടെ. ഓക്കെ, അടുത്തതൊരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്നത് തമിഴ് മൂവിയാണ്. സ്ഥിരകം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു തമിഴ് സിനിമയുടെ മലയാളം ഡബ്ഡ് വേർഷനാണ്. ഓ മൈ ഗോസ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. യോഗി ബാബു അതുപോലെ തന്നെ സണ്ണി ലിയോൺ ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ തമിഴ് സിനിമയുടെ മലയാളം ഡബ്ഡ് വേർഷൻ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. യൂട്യൂബിലാണ് ഈ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത സിനിമകളും സീരീസുകളും ജൂൺ മാസം 3-ാം തീയതി മുതൽ ജൂൺ മാസം 9-ാം തീയതി വരെ, അതായത് ഇന്ന് വരെ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ള കംപ്ലീറ്റ് ലിസ്റ്റാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. അതുകൂടാതെ 2 സിനിമകളുടെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഉണ്ട്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളും സീരീസുകളും നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകളും സീരീസുകളും ഏതൊക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. പിന്നെ ഗോൾ എന്ന് പറഞ്ഞ സിനിമ കണ്ടു, റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ, അതായത് സിനിമകളും സീരീസുകൾ, അതായത് ജൂൺ മാസം 3-ാം തീയതി മുതൽ 9-ാം തീയതി വരെ, അതായത് ഇന്ന് വരെ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. മൊത്തം 22ഓളം റിലീസുകളാണ്, 22ഓളം റിലീസുകളാണ് ഈ ഒരാഴ്ച കൊണ്ട് റിലീസ് ചെയ്തിട്ടുള്ളത്, OTT റിലീസ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ 2 സിനിമകളുടെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ ഏതൊക്കെയാണ് നോക്കാം. അതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഗോൾ എന്ന് പറഞ്ഞ മലയാള സിനിമ പോയി കണ്ടു, റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന്